സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി തോരനാണ്. ഇന്ന് കുറച്ച് മത്തി കിട്ടിയപ്പോൾ നമുക്ക് തോരൻ വെക്കാമെന്ന് തോന്നി. അപ്പോൾ നമുക്കിന്ന് തോരൻ വെക്കാം. കുഞ്ഞു മത്തി കഴുകി പീസാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ചെറിയ ഉള്ളി കഷ്ണമായിട്ട് അരിഞ്ഞിരിക്കുന്നത് കാന്താരി വീട്ടിലുള്ളത് കൊണ്ട് അത് എരിവിനനുസരിച്ച് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. മീൻപുളി പരുവത്തിനുള്ളത് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചതയ്ക്കാം. കാന്താരി ഇപ്പം തേങ്ങയും ചേർത്ത് ചതച്ചെടുക്കുക. ഈ പരുവത്തിൽ തേങ്ങ ചതച്ചെടുക്കുക. മീൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് തട്ടുക. ഇപ്പം തേങ്ങ ചതച്ചിട്ടുള്ളൂ. ബാക്കി തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇനി വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാം. ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, ഉപ്പ് ചേർക്കാം. നല്ലവണ്ണം ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് ഇളക്കാം. തേങ്ങയിലെല്ലാം അരപ്പ് പിടിക്കണം. അരിഞ്ഞ് വെച്ച മീൻ ഇതിലേക്ക് ഇടാം. ഇതിനകത്ത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം കരിവേപ്പില ചേർക്കാം. പുളി കൂത്ത് വെച്ചിരുന്ന അത് ഇതിലോട്ട് ചേർക്കാം. വെള്ളവും പുളിയും നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കാം. ഈ വേവാൻ പരുവത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഇപ്പം വെള്ളം വേണ്ട. ഈ മീൻ ഇപ്പം ഞാൻ ഒഴിച്ചത് കണ്ടില്ല, ആ പരുവത്തിനുള്ള വെള്ളം. മീൻ തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കി വെച്ച് നടുഭാഗം ഒന്ന് കുഴിച്ച് വെക്കണം. 2 സൈഡിലോട്ടും ആ ഭാഗത്തെ അരപ്പെടുത്ത് മേലോട്ട് വെച്ച് ഈ അരപ്പിൻ്റെ വെള്ളം അങ്ങോട്ട് 4 ഭാഗത്തും വയ്ക്കുക. എന്നിട്ട് ചെറു തീയിൽ ഇത് പതുക്കെ ഈ വെള്ളമെല്ലാം പറ്റണം. അപ്പോഴത്തേന് മീനും അരപ്പും എല്ലാം വേവും, ടേസ്റ്റും കൂടും. അടച്ച് വയ്ക്കാം. ചെറു തീയിൽ വേവട്ടെ. 25 മിനിറ്റ് നമ്മൾ ആ ചെറു തീയിൽ വേവിച്ചിട്ടുണ്ട്. നമുക്ക് തുറക്കാം. നമ്മുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരു സൈഡിലോട്ട് കൂട്ടി യോജിപ്പിക്കാം, നടുക്കോട്ടാക്കാം. നമ്മുടെ മീനും അരപ്പും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കെടുക്കാം. കറിവേപ്പില ചേർക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഉപ്പും പുളിയും എല്ലാം നേരത്തെ നോക്കി നമ്മൾ പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ തോരൻ